എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ വർഷം സസ്പെൻഡ് ചെയ്തത് 1947 ലൈസൻസുകൾ. ഗതാഗത നിയമലംഘനം നടത്തിയവരുടെ ലൈസൻസുകളാണ് RTO സസ്പെൻഡ് ചെയ്തത്. എറണാകുളം RTOയുടെ പരിധിയിൽ 1724 ഡ്രൈവിംഗ് ലൈസൻസും എൻഫോഴ്സ്മെന്റ് RTOയുടെ പരിധിയിൽ 223 ലൈസൻസുകളുമാണ് സസ്പെൻഡ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, അത്രയേറെ അപകട കണക്കുകളും അപകട മരണങ്ങളും സംഭവിക്കുമ്പോൾ ഈ ഒരു കണക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ഉണ്ടാക്കുന്നില്ല. എങ്കിലും വിവരങ്ങൾ. ഷാമിലി, അതായത് കഴിഞ്ഞ 2024 ജനുവരി 1-ാം തീയതി മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു കണക്കുകളാണിത്. ഷാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ഭുതമൊന്നുമില്ലെങ്കിലും ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. 1947 പേരുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, എറണാകുളം RTO അതിൽ 1723 ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് RTO ആണെങ്കിൽ 223 ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ 916 പേരാണ് അപകടം ഉണ്ടാക്കി ലൈസൻസ് സസ്പെൻഡ് ആയവർ. അതിൽ തന്നെ 39 പേർ മരണപ്പെട്ടിട്ടുണ്ട് ഈ അപകടത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ലൈസൻസ് നഷ്ടപ്പെട്ടത് 714 പേർക്കാണ്. അങ്ങനെ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ വർഷം മാത്രം 1947 പേർക്കാണ് ലൈസൻസ് നഷ്ടമായത്. കൂടുതൽ ലൈസൻസുകൾ നഷ്ടമായ മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. 141 പേർക്കാണ് ഓഗസ്റ്റ് മാസത്തിൽ ലൈസൻസ് നഷ്ടമായത്. ഏപ്രിൽ മാസത്തിൽ 2 പേർക്ക് മാത്രമേ ലൈസൻസ് നഷ്ടമായിട്ടുള്ളൂ. എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, ഒപ്പം തന്നെ അപകടമുണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ആളുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലാണ് സംസ്ഥാനത്ത് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ലൈസൻസുകൾ സസ്പെൻഡ് ആയിട്ടുള്ളത്. ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.